ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം ഞങ്ങൾ കോളേജിലെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി മുംബൈക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ വീഡിയോയിൽ മോസ്റ്റ് ഓഫ് ദി വീഡിയോയിൽ ഞങ്ങളെല്ലാവരും സംസാരിക്കുന്ന വീഡിയോ ആണ്. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനുള്ളതിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. പ്രോപ്പറായിട്ടുള്ളൊരു ഇൻട്രോ വീഡിയോ ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇടാം. ഇറ്റ്സ് ഹാപ്പനിങ് ഗൈസ്. വിശ്വസിക്കാമോ? നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? അതെ, ശരിക്കും എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? ഫൈനലി എല്ലാവരും ട്രിപ്പ് പോകുന്നു. നടക്കില്ലെന്ന് വിചാരിച്ചത് സംഭവിക്കണേന്ന് എനിക്കറിയില്ല. എന്തായാലും ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ബാക്കിയെല്ലാം വഴിയേ. അതെ, ഞങ്ങളിനി ഒന്നും പറയില്ല. ഞങ്ങളിനി മുംബൈ വ്ളോഗായിട്ട് പിന്നെ വരാം അല്ലേ? ആണ് ഇത്രേ ട്രിപ്പ്. ഞങ്ങള് നാലും ഇങ്ങനെ മുഖത്തോട് എന്താ അതെ. ഹലോ 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 ഇങ്ങനെ ഇരിക്കേണ്ടി വരും മുമ്പ് വരെ. ഞങ്ങളിങ്ങനെ പലവട്ടമായിട്ടൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ S3-ലും അവർ S8-ലും ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് അവരുടെ അടുത്തോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ഉള്ളിലത്തെ സംഭവം ഇതൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. ആ കിച്ചണൊക്കെ കണ്ടു. അപ്പോൾ തന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ ഓഫാക്കി. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്ത് എത്തിയപ്പോൾ തന്നെ അവിടുത്തെ സ്ഥലമൊക്കെ ഒപ്പിച്ചിരുന്ന് ഞങ്ങളെല്ലാവരും കൂടി പിന്നെ കളിക്കാനും ഓരോന്നൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ തുടങ്ങി. ഇത് പിറ്റേ ദിവസം രാവിലെ ആയി. അപ്പോൾ ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ട്രെയിനിലെ ഉറക്കത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞങ്ങൾ പിന്നെ പോയി പല്ലൊക്കെ തേച്ചു. അപ്പോൾ ബ്രെഡൊക്കെ ഞങ്ങൾ കുറേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സെപ്റ്റോന്ന് ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ പൈസയൊക്കെ ലാഭിച്ചു. പിന്നെ ഒരു ചായ മാത്രം ട്രെയിനിൽ നിന്ന് വാങ്ങിച്ചു. അതിൽ ഞങ്ങളെല്ലാവരും ബ്രെഡൊക്കെ കഴിക്കാൻ തുടങ്ങി. നീ പറഞ്ഞോ? ഇത് ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് സുഹൈൽ അറിയാത്ത പോലെ അഭിനയിക്കുകയാണ് വീഡിയോയിൽ ഇങ്ങനെയൊക്കെ കിട്ടാൻ. അപ്പം ഞാൻ അവനെ കളിയാക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം പുള്ളി മനസ്സിലായി ചമ്മീന്ന്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതെ, ഇവൻ നല്ല ബ്രെഡ് ബട്ടറൊക്കെ തിന്നിട്ടുണ്ട്. അങ്ങനെ ട്രെയിൻ 1 മണിക്കൂർ ഡിലേ ആണ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങുകയാണ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലിരിക്കുമ്പോൾ മാലയൊക്കെ ആയിട്ടൊരു ചേട്ടൻ വന്നു. അപ്പോൾ ഞങ്ങൾ നോക്കാമെന്നൊക്കെ പറഞ്ഞ് നോക്കുന്നതാണ് ഈ കാരണം. അപ്പോൾ 100 രൂപയാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആൻറ്റി പറഞ്ഞു 50 രൂപയ്ക്ക് വാങ്ങിച്ചാൽ മതി വാങ്ങുകയാണെങ്കിൽ. പക്ഷേ നമുക്കെല്ലാം അറിയുള്ളത് ഞങ്ങൾ ചുമ്മാ നോക്കാൻ വേണ്ടി മാത്രം എടുത്തേക്കണതാണ്. ഈ മാലയൊക്കെ ആരും ഇടുപോലും ഇല്ല ഞങ്ങളാരും. അങ്ങനെ ഞങ്ങൾ ചുമ്മാ അവരുടെ മേത്തൊക്കെ ഇങ്ങനെ വെച്ചൊക്കെ നോക്കി. അപ്പോൾ പുള്ളിക്ക് ലാസ്റ്റ് മനസ്സിലായി ഞങ്ങൾ എടുക്കാനൊന്നും പോണില്ല, വെറുതെ പറ്റിപ്പാണ്, കളിയാക്കലാണെന്ന് മനസ്സിലായിട്ട് പുള്ളി ലാസ്റ്റ് വെച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടായിട്ട് പുള്ളി പോയി. അപ്പം ഞങ്ങൾ ചുമ്മാ മാലയൊക്കെ വെച്ച് നോക്കിയിട്ട് ജിൻസി ഇങ്ങനെ ഓരോ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിയൊക്കെ ഇരുന്ന് അങ്ങനെ പുള്ളി ലാസ്റ്റ് മനസ്സിലായി. പുള്ളിയുടെ പാട്ടിന് പോയി. ഞങ്ങൾ പിന്നെ ബാക്കി ഞങ്ങളുടെ പരിപാടിയൊക്കെ തുടങ്ങി. അതെ ഗൈസ്, സൺസ്ക്രീം സൺസ്ക്രീമും ലിപ്സ്റ്റിക് ഇടുന്നതിനാണ് ഇവന്മാരെ ഈ തെണ്ടികൾ മേക്കപ്പ് എന്ന് പറയുന്നത്. എന്തായാലും ചെയ്യാനാണ്. എന്തൊക്കെയോ ഒരു അപാകതയുണ്ട്. ആരാണ് പുറകിൽ? നിങ്ങൾ അനുവദിച്ചാൽ
ഞാൻ ക്യാമറ ഒന്ന് ഓണാക്കിയിട്ട് ഓഫാക്കിയിട്ട് പിന്നെ ഓണാക്കാൻ മറന്നുപോയി. അപ്പം അതിൻ്റെയാണ് ഈ കളിയാക്കലും ഈ പ്രഹസനവും ഒക്കെ. വേറെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഓരോരുത്തരും ഇങ്ങനെ ഓരോ പാട്ട് ഓരോ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഓരോരുത്തരും ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാട്ട് വെച്ചിട്ട് ഷാഹുലിനെയും സ്വാലിനെയാണ് ഇരയാക്കിക്കൊണ്ടിരുന്നത്. അവർ കരഞ്ഞു ഡിപ്രഷൻ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കും ബ്രെഡൊക്കെ കഴിച്ച് ഞങ്ങളൊരു വൈകുന്നേരം ഒരു 6-8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും താനയിലെത്തി. താനയിൽ നിന്ന് ഞങ്ങൾ ലോക്കൽ ട്രെയിൻ എടുത്തിട്ടാണ് ഞങ്ങളുടെ നേരലേക്ക് പോയത്. താനയിൽ ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് നേരലിൽ പോവാണ്. നല്ല സുഖമുണ്ടായിരുന്നു ലോക്കൽ ട്രെയിനിൽ കയറാൻ. കുറച്ച് തിരക്കൊക്കെ കുറവുണ്ട്. ഞങ്ങള് നല്ല രീതിക്ക് ട്രീറ്റൊക്കെ ചെയ്തു. ഗസ്റ്റുകളൊന്നും ഓർമ്മ ഇരുത്തി. പക്ഷേ ഇതിന് മുന്നത്തെ അവസ്ഥ അതല്ലായിരുന്നു. കേരളത്തിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സീറ്റ് എൻ്റെ ചേച്ചിമാര് ഭയങ്കരമായിട്ട് നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. സോ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. എത്തി ഗായ്സ്, നമ്മൾ നേരാൽ എത്തി. ഇനിയും നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് അല്ലേ? അതെ, കാട്ടിച്ചെല്ലാണ്ട് നമുക്ക്. मेरा नाम सुहेल, स्वालिह, रनीशा एंड डिंस. कॉलेज वाले क्या थे हम लोग जो पढ़ाई करते हैं സീനാണ്. വിഷ്വൽ ട്രെയിനിങ് പവർ കൂടാണ്. അതന്നെ അത് കയ്യിൽ കൊടുക്കാന്ന് പറയാം. ദേരാലിലെത്തി ഗൈസ്. ഇവിടുന്ന് 1 കിലോമീറ്റർ അങ്ങനെയല്ല ഇങ്ങോട്ടും നടക്കണം. ആക്ച്വലി ഈ ബാക്കിൽ കാണുന്ന ഈ ഇതാണ് എല്ലാവരും പിക്ചേഴ്സിലൊക്കെ എടുക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ ഇത് കറക്റ്റ് സീസൺ അല്ലാത്തതുകൊണ്ട് ഇത്രയും കോടയൊന്നുമില്ല. ഇപ്പൊ തണുപ്പുണ്ട്, പക്ഷെ അത്രയും കോടയൊന്നുമില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ മൺസൂൺ സീസണിലാണ് നമ്മൾ വരേണ്ടത്. നമ്മളിപ്പോ വന്നോണ്ട് നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഞങ്ങള് 1 കിലോമീറ്ററോളം നടന്നാലേ ഞങ്ങളുടെ റൂം എത്തുള്ളൂ. ഞങ്ങൾ ഡ്രിങ്കിങ് വാട്ടറിനൊക്കെ ക്ഷാമമുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ കൊണ്ട് പോവാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, പിന്നെ റൂമിലെത്തിയിട്ട് കാണാം. ഇത് ടോയ് ട്രെയിനിൻ്റെ ട്രാക്കാണ്. സ്ഥലങ്ങളൊക്കെ നോക്ക്. നമ്മൾ ഈ വഴി കൂടിയാണ് ഗൈസ് പോണേ. ഓക്കെ, കോളേജ് ട്രിപ്പ് ആണെങ്കിൽ ഇങ്ങനെ പറ്റൂ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 5:30 സൺറൈസ് പോകാനിരുന്ന ഞങ്ങൾ ഉറങ്ങിപ്പോയത് കാരണം പിന്നെ 6:30 ആയപ്പോഴത്തേക്കും എണീറ്റ് വേഗം റെഡിയായി. അപ്പോൾ റെഡി ആയവർ ഇറങ്ങിയ അനുസരിച്ചിട്ട് ആദ്യം ഒരു ടീം പോയി. ഞങ്ങൾ രണ്ടാമത്തെ ടീം മൂന്നാമത്തെ ടീം ഇറങ്ങണേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ട് അലക്സാണ്ടർ പോയിന്റിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ 3 പേരും 3 സൈഡിലേക്ക് എന്തോ പോയി. അപ്പം ഞങ്ങൾ 5 പേര് എത്തിയത് അലക്സാണ്ടർ വ്യൂ പോയിന്റിലേക്കാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ ചെല്ലണ ടൈം കറക്റ്റ് ടൈമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു മദേരാൻ കാണാൻ. ശരിക്കും പറഞ്ഞാൽ മദേരാനിൽ പോവേണ്ട സീസൺ ഇതല്ല. ഒരു മൺസൂൺ സീസണിലാണ് മദേരാനിൽ പോവേണ്ടത്. കാരണം ഭയങ്കര ഫുൾ ഗ്രീനായിട്ട് ഈ മലയൊക്കെ ഫുൾ ഗ്രീനായിരിക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര അടിപൊളിയാണ് വ്യൂ. പക്ഷേ മൺസൂൺ സീസണിലാണെങ്കിൽ കുറച്ചും കൂടി ഫുൾ ഗ്രീനിഷായിട്ട് നല്ല അടിപൊളി വ്യൂ ആയാണ് മദേരാനിൽ. അപ്പോൾ ഇനി മൺസൂൺ സീസണിൽ പോകാൻ പറ്റുമ്പോൾ പോകണം. കാരണം അത് ശരിക്കും മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് മദേരാൻ. ആ ഒരു ടൈമിൽ പോയി വിസിറ്റ് ചെയ്യണമെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിൽ പോകണം. നല്ല കിഡിലൻ വ്യൂ ഒക്കെ ആയിട്ട് ഞങ്ങൾ സൺറൈസൊക്കെ കണ്ടു. അതായത് ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോയി. സൺറൈസസ് ഇൻ ദ ഗൈസ്, നമ്മൾ സൺറൈസ് കാണാൻ
ഞങ്ങളങ്ങനെ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചൊരു പോയിന്റിലെത്തിയപ്പോൾ മീറ്റ് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി വേറെ 2-3 വ്യൂ പോയിൻറ്റ്സും കൂടി കാണാനുണ്ട് മദേരാനിൽ. അപ്പോൾ അതും കൂടി കാണാൻ വേണ്ടി പോവുകയാണ്. പോണ വഴിക്ക് ഒരു ലേക്കൊക്കെ കണ്ടു. ആ ലേക്കിൻ്റെ അവിടേക്ക് പോയിട്ട് അവിടെ നിന്ന് വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോണത്. ഓ ആസിഫ്രിക് പുള്ളി ഉണ്ടാക്കാന്ന് പറഞ്ഞു. മാഗി കഴിക്കാനാണ് ഇത്രയും ബിൽഡപ്പ്. മാഗിയാണ് എനിക്ക് ഇത്രയും കുഴഞ്ഞുണ്ടാക്കുന്ന ഇഷ്ടമല്ല. ഞങ്ങൾ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടത് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. വെയിലാണേ, പ്രൊട്ടക്ഷൻ അലർജി ഉണ്ട്, സെൻസിറ്റീവ് ആണേ. ശരിയല്ല വീഡിയോയിലും ആയിരിക്കും. അതെ ഗൈസ്, എനിക്ക് തൊണ്ട വയ്യാത്തതുകൊണ്ട് എനിക്ക് ടോയ് ട്രെയിൻ കയറാൻ പോവുകയാണ്. ഋഷിക്ക് വയ്യ, പകരം വോയിസ് ഓവർ ഞാൻ കൊടുക്കും. ഓക്കെയല്ലേ? ഓക്കെ അല്ലെങ്കിലും ഇതേ പറ്റുള്ളൂ ഗൈസ്. ട്രിപ്പ് കോർഡിനേറ്റർ പറയുന്ന പോലെ തന്നെ കേൾക്കാം എല്ലാരും. സൈലന്റ് ആയി ട്രിപ്പ് കോർഡിനേറ്റർ. എന്താ പ്ലാൻ? മുംബൈ ഇനിയാണ് ട്രിപ്പ് തുടങ്ങാൻ പോണേ. അതെ, അതെ. നമ്മളങ്ങനെ മധുരാൻ വിട്ടു പോവുകയാണ്. അതെ, അയ്യോ താങ്ക് യു ഒക്കെ പോയി. മധുരാന്റെ വെൽക്കം ബോർഡ് മാത്രമേ ഉള്ളൂ. ബാക്ക് ടു താനെയാണോ? താനെയല്ലോ, നേരല്ലോട്ട് പോവാണ്. ഇനി അവിടെ നിന്ന് നമുക്ക് ട്രെയിൻ പിടിച്ചിട്ട് വേണം മുംബൈയിലോട്ട് പോവാൻ. Let's go to Mumbai. അതെ അതെ, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? മുംബൈ. മുംബൈക്ക് പോവാണ്. ഇവിടെ ഉണ്ട് സീറ്റിട്ട് ഭാഗ്യം. എത്തി ഗൈസ്, ഞങ്ങൾ മുംബൈ എത്തി. മുംബൈ അല്ല, CST. വാ വാ വാ, ബ്ലോഗ് അകത്ത്. കമോൺ. നമ്മളെ റൂം ഇവിടെയാണ്, റൂമിലേക്ക് പോവാണ്. പുറത്ത് അത്യാവശ്യം മാർക്കറ്റ് പോലെയാണെങ്കിലും ഇവിടെ കുഴപ്പമില്ല ഗൈസ്. ഗൈസ്, ഞങ്ങളുടെ റൂം. അതെ, ഇത് വളരെ ഒരു നല്ലൊരു തീരുമാനം, മികച്ച തീരുമാനമായി ഞങ്ങൾക്ക് കാണാൻ നല്ല രസം. ഞങ്ങൾ ഫുഡ് കഴിക്കാനും
എക്സ്പ്ലോർ ചെയ്യാനും പോവാണ് ഗൈസ്. മുംബൈ CSG സ്ട്രീറ്റിലൂടെ പോവാണ്. तीन चाय സാധാരണയല്ല, പാലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കാണ്. പത്രമുള്ളു സുഹേലെ, ഈ എനിക്കൊന്നും മനസ്സിലില്ല. അനീഷ കേൾക്കണ്ടോ? കേൾക്കണ്ടോ? പച്ച വെള്ളം राहुल ब्रो വെള്ളം കുടിക്കാൻ